19ാമത് ഉറൂസ് മുബാറക്ക് നാം കൊണ്ടാടുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന പുതുതലമുറക്ക്, ഒരുപാട് സഹോദരിമാർക്ക്, ഒരുപാട് ആളുകൾക്ക് ആരായിരുന്നു അരിമ്പ്ര ഉസ്താദ്, എന്തായിരുന്നു അവിടുത്തെ ജീവിത രീതി, എന്തുകൊണ്ടാണ് അരിമ്പ്ര ഉസ്താദിനെ ഇത്രയും അധികം ബഹുമാനത്തോടുകൂടി സ്മരിക്കപ്പെടുന്നത് എന്നുള്ളത് അറിയാതെ പോകുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ പ്രായം ചെന്ന ഉപ്പമാർക്ക് അവിടുത്തെ ജീവിത ചരിത്രങ്ങളും മറ്റുമൊക്കെ അറിയായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വർഷം 2ാമത്തെ സുദിനത്തില് മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, വളരെ കുറഞ്ഞ സമയമാണെങ്കിലും അരിമ്പ്ര ഉസ്താദുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഖാദിമീങ്ങളുടെയും അവിടുത്തെ ശിഷ്യന്മാരുടെയും ഒക്കെ നമ്പർ കഴിവിൻ്റെ പരമാവധി ശേഖരിച്ച് അവരോട് ഉസ്താദിനെ കുറിച്ചുള്ള ചെറിയ വിവരങ്ങൾ, ഞാനിവിടെ ഇനി ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഹാക്കിയാണ്. ഹാക്കി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ പറഞ്ഞു തരുന്ന വിഷയം ഉദ്ധരിക്കുന്ന ആളാണ്. കാരണം ഉസ്താദിന്റെ കൂടെ ജീവിക്കുവാനോ ഉസ്താദിനെ നേരിട്ട് കാണുവാനോ ഭാഗ്യം ലഭിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഉസ്താദിന്റെ കൂടെ നടന്ന അവിടുത്തെ ഖാദിമീങ്ങൾ, അവിടുത്തെ ശിഷ്യന്മാരിൽ ചില ആളുകളെയൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ അറിഞ്ഞപ്പോഴേക്കും എൻ്റെ കൽബിൽ വല്ലാത്തൊരു അമ്പരപ്പ്. ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് 101 വർഷം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. 1905 ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് ജനിക്കുന്നത്. 2006 ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് വഫാത്താകുന്നത്. അരിമ്പ്ര ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അബു സാഹിബും അതുപോലെ തന്നെ മൂസഹാജിയും ഒക്കെ ഉണർത്തിയതുപോലെ നമ്മുടെ നാട്ടിലെ തലമുതിർന്ന ആളുകൾക്ക് അവരിൽ നിന്ന് കഥകൾ കേട്ട കുറഞ്ഞ യുവതലമുറക്കും കയ്യിൽ ഒരു തസ്ബീഹ് മാല പിടിച്ച മഹാമനീഷി എന്നുള്ള ചെറിയ ഒരു വിവരമുള്ളവർ, അടുത്തറിഞ്ഞവർക്ക് അതിലേറെ ആയപ്പരപ്പിന്റെ പല വിഷയങ്ങളും കിട്ടിയവർ. എന്നാൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു അരിമ്പ്ര ഉസ്താദ് എന്നുള്ളത് നാം നന്നായി പഠിക്കേണ്ടതുണ്ട്. അരിമ്പ്ര ഉസ്താദിന്റെ കൂടെ ജീവിച്ച അവിടുത്തെ ഖാദിമീങ്ങളോട്, അവിടുത്തെ വൈജ്ഞാനിക നവോത്ഥാനത്തിൽ തന്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യഗണങ്ങളോട് ആരായിരുന്നു അരിമ്പ്ര ഉസ്താദ് എന്ന് ചോദിക്കുമ്പോ 1000 നാവുകളോടുകൂടെ 100 കണക്കിന് അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു സത്യമാണ്. ഒരു വലിയിൽ ഉണ്ടാകേണ്ട, അതല്ലെങ്കിൽ യഥാർത്ഥ ഒരു ആലിമിൽ ഉണ്ടാകേണ്ട ഒട്ടുമിക്ക ക്വാളിറ്റികളും സമ്മേളിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു ശൈഖുന വലിയുല്ലാഹി അരിമ്പ്ര ഉസ്താദ്. മഹാന്മാരായിരിക്കുന്ന അഇമ്മത്ത്, ആരാണ് വലിയ എന്നുള്ളതിന് കിതാബുകളിൽ നിർവചിച്ച നിർവചനം നാം വായിക്കുമ്പോൾ ആ നിർവചനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ്. മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തുന്നു, ആരാണ് വലിയ? ഹുവൽ ആരിഫു ബില്ലാഹി വബിസിഫാതിഹി, അല്ലാഹുവിനെ കുറിച്ച് നന്നായി അറിവുണ്ടാവുക, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് നന്നായി അറിവുണ്ടാവുക. ഹസ്ബൽ ഇംകാൻ, കഴിവിന്റെ പരമാവധി അറിവുണ്ടാവുക. ഈ ഒരു അറിവ് നല്ല പോലെ ഉണ്ടായിരുന്ന വലിയ മഹാനായിരുന്നു അരിമ്പ്ര ഉസ്താദ്. മാത്രമല്ല അൽ മുവാലിബു അല ത്വാഅ, ആരാധന കർമ്മങ്ങളുടെ മേൽ നിത്യമാവുക. എപ്പോഴെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുകയല്ല, ഏതെങ്കിലും വഅദ് കേട്ടോ, ഏതെങ്കിലും പുസ്തകം വായിച്ചോ, പെട്ടെന്ന് കയറുന്നൊരു ഈമാന് കൊണ്ട് കുറച്ച് ഇബാദത്ത് ചെയ്ത് അതങ്ങ് അന്യം നിന്നു പോകുന്ന രൂപമല്ല.
അൽ മുവാലിബു അല ത്വാഅ, ആരാധനയുടെ മേലിൽ എപ്പോഴും നിലനിർത്തിയിലാവുക. അൽ മുജ്തനിബു ലിൽ മആസി, പാപങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുക. അൽ മുഅ്രിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാതി വശഹവാത്ത്, ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ശരീരത്തെ മാറ്റി നിർത്തുക. അൽ മുഹാഫിളു അല സുനനി വൽ ആദാബി ശർഇയ്യ ഖദറൽ ഇസ്തിതാഅ, കഴിവിന്റെ പരമാവധി സുന്നത്തും ശർഇയായ ആദാബുകളും സൂക്ഷിക്കുന്ന വ്യക്തിയാവുക എന്നുള്ളതാണ് വലിയനിക്ക് മഹാന്മാരായ ആളുകൾ തഅരീഫ് പറഞ്ഞത്, അഥവാ നിർവചനം പറഞ്ഞത്. ഈ നിർവചനത്തിന്റെ ഓരോ വാചകങ്ങൾ എടുത്ത് പരിശോധിച്ച് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി അരിമ്പ്ര ഉസ്താദിലേക്ക് ചേർത്തു നോക്കുമ്പോൾ അവിടുത്തെ സന്തത സഹചാരികളിൽ നിന്നും അവിടുത്തെ ശിഷ്യഗണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് അള്ളാഹുവിനെ അറിഞ്ഞ വലിയൊരു ആരിഫായിരുന്നു, വലിയൊരു ആലിമായിരുന്നു ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ്. അള്ളാഹു ആ മഹാനുഭാവന്റെ ദറജ നമുക്ക് നൽകുമാറാവട്ടെ. എന്തേ ദറജ വേണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവിടെ ദറജ ഉയർത്തി അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. ആ ഒരു മദദ് കിട്ടുവാനും അവരുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാൻ വേണ്ടിയുമാണ് ഇത്രയൊക്കെ പണം ചെലവഴിച്ച് സമയം ചെലവഴിച്ച് പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദര സഹോദരിമാരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. അവിടത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴും അവിടത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ ആളുകളോട് അവിടുത്തെ ജീവിത ചരിത്രങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പള്ളിയുടെ ഓരത്ത് കിടക്കുന്ന ഈ മഹാമനീഷിയുടെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിനിക്കൊരു കിതാബുണ്ട്. ആ കിതാബിൽ മഹാരഥന്മാരാകുന്ന ഔലിയാക്കൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ, അവർക്കുണ്ടാകേണ്ട സവിശേഷതകൾ ഓരോന്നോരോന്നിങ്ങനെ എണ്ണി പറയുന്നു. ഞാൻ ഉസ്താദിന്റെ അനുസ്മരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ കിതാബ് ഒന്ന് മുതാല ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ഓരോ വിശേഷണങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ വിശേഷണത്തിന്റെ മുഴുവൻ അർത്ഥതലങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ച വലിയ മഹാമനീഷിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുന അരിമ്പ്ര ഉസ്താദ്. ഒന്നാമതായി അതിൽ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം രേഖപ്പെടുത്തുന്നത് ഔലിയാഇന്റെ അവരിലുണ്ടാകുന്ന അടയാളം തവക്കുഫുഹും അലാ കുല്ലി ഫിഇലിൻ ഔ ഖൗലിൻ ഹത്താ യഅരിഫു മീസാനഹു അലൽ കിതാബി വസ്സുന്ന. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു വാക്ക് പറയുമ്പോഴും പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ച നിലയിൽ, അഥവാ ശരീഅത്തിനോട് അനുയോജ്യമായ വാക്കേ അവർ പറയുകയുള്ളൂ, ശരീഅത്തിനോട് അനുയോജ്യമായ പ്രവർത്തനങ്ങളെ അവരിൽ നിന്നുണ്ടാവുകയുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദിൽ നിന്ന് കാണാമായിരുന്നു. ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് ദീനിന്റെ കാര്യത്തിൽ വല്ലാത്ത കണിശതയുള്ള മഹാനായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അരിമ്പ്ര ഉസ്താദിന്റെ കൂടെ നടന്ന അവിടുത്തെ ഖാദിമ് വയനാട് മുണ്ടക്കുറ്റിയിലെ ഒരു ദാരിമി ഉസ്താദുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂറോളം ഉസ്താദിന്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദിനെ കുറിച്ച് കൂടുതൽ വിവരമില്ലാത്തയാളാണ്. കൂടുതലായിട്ട് പഠിക്കണമെന്ന് തോന്നുന്നത് തന്നെ ഈ മഹല്ലിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ്. വിളിച്ചു പറഞ്ഞപ്പോ ഉസ്താദ് ഏകദേശം 2.5 പതിറ്റാണ്ടോളം വയനാടിന്റെ കുഗ്രാമങ്ങളിൽ ജോലി ചെയ്യുമ്പോ, ഏത് ഗ്രാമത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ജോലി ചെയ്യുമ്പോഴും അവിടെയുള്ള ആളുകളോട് പറയുന്ന ആദ്യത്തെ ഡിമാൻഡ്, ദീന് ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും, പണമുള്ളവനോ പാവപ്പെട്ടവനോ ആരെനിക്ക് പ്രശ്നമില്ല, ദീന് എന്താണോ അത് ഞാൻ തുറന്നു പറയുമെന്ന് ആദ്യം കരാർ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുന മഹല്ലത്തിൽ ജോലിയേറ്റിരുന്നത്. പലപ്പോഴും ദീനിന്റെ കാര്യത്തിൽ കണിശതയാണ്. ആരെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ അയാളുടെ പലർക്കും അനുഭവം ഉണ്ടാകുമല്ലോ. അദ്ദേഹത്തിന്റെ വസ്ത്രമെങ്ങാനും നെരിയാണിക്ക് താഴെ താന്നിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും അരിമ്പ്ര ഉസ്താദ് പറയും, നെരിയാണിക്ക് മുകളിൽ തുണി കയറ്റിയെടുത്തോളണം.
മാത്രമല്ല ഉസ്താദിന്റെ പള്ളിയിലേക്കോ മജ്ലിസിലേക്കോ താരിഖു സ്വലാത്തിനിക്ക് നിസ്കാരം ഉപേക്ഷിക്കുന്നവനുക്ക് പ്രവേശനമില്ല എന്ന് പ്രത്യേകം നോട്ട് എഴുതി വെച്ചിരുന്നു ഉസ്താദ്. താരിഖു സ്വലാത്തിന് ഉസ്താദിന് ഇഷ്ടമല്ല. എത്രത്തോളം പുകവലിക്കുന്ന ആളുകളെ വരെ ഉസ്താദിന് ഇഷ്ടമായിരുന്നില്ല. അത്തരക്കാർക്ക് വരെ പ്രവേശനമില്ല എന്ന് ചിലയിടങ്ങളിൽ ഉസ്താദുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എഴുതി വെച്ചിരുന്നു എന്ന് അവിടുത്തെ ഖാദിമ്യങ്ങൾ പറയാ. അപ്പൊ ഒന്നാമതായി ഒരു വലിയിൽ ഉണ്ടാകേണ്ട ഗുണം പറയുന്ന വാക്കും പ്രവൃത്തിയും ശരീഅത്തിനോട് അനുയോജ്യമായതായിരിക്കണം. ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാവുകയില്ല. ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ആളുകളോട് കൂട്ടുകൂടാനോ അവരോട് ഇഷ്ടത്തിലാകാനോ മഹാന്മാരാകുന്ന ഔലിയാക്കളെ കിട്ടില്ല. ഇത് ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിൽ മുഴച്ചു കാണുന്നു. രണ്ടാമതായി പറയുന്നുണ്ട്, വലിയാണെങ്കിൽ അവരുടെ സംസാരം കുറയും. കൂടുതൽ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചിരിക്കുന്ന രീതി അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉണ്ടാകൂല. 101 വർഷ ജീവിതത്തിന്റെ ഇടയിൽ ഉസ്താദിനെ കുറിച്ച് നല്ലോണം അറിയുന്ന പല ആളുകളും ഇവിടെയുണ്ട്. ഉസ്താദ് മിതഭാഷിയായിരുന്നില്ലേ? കൂടുതൽ ആരോടെങ്കിലും സംസാരിക്കുമോ? ആവശ്യത്തിന് മാത്രം സംസാരിക്കും. ആ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ വല്ലാത്ത ഹൈബത്തും വഖാറുമായിരുന്നു എന്ന് കൂടെ കൂടിയ ആളുകൾ പറയാണ്. മിതഭാഷി, വല്ലാതെ ആരോടും സംസാരിക്കുകയില്ല. എന്നാൽ തീരെ സംസാരിക്കാത്തത് മറ്റുള്ളവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ വില കുറയുമെന്ന് കരുതിയിട്ട് അഹങ്കാരം കൊണ്ടായിരുന്നോ? തെല്ലുമായിരുന്നില്ല. വളരെ താഴ്മയോടുകൂടി ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദ്. അത് ഔലിയാക്കളുടെ ക്വാളിറ്റിയാണ്. താഴ്മ എന്നുള്ളത് ഔലിയാക്കളുടെ ക്വാളിറ്റിയാണ്. അരിമ്പർ ഉസ്താദിന്റെ മസ്ജിദുർ റഹ്മാൻ, ആ മസ്ജിദുർ റഹ്മാൻ പണി കഴിപ്പിച്ചതും അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിശാലമായി പലതും പറയണമെന്നുണ്ട്. സങ്കുചിതമായി 1-2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ സദസ്സിന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ നിൽക്കുന്നത്. ആ മസ്ജിദുർ റഹ്മാനില് റബീഉൽ അവ്വലിൽ മൗലിദിന്റെ സദസ്സ് ഉണ്ടാകും. റബീഉൽ അവ്വലിൽ മൗലിദിന്റെ സദസ്സ് ഉണ്ടാകുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുമായിരുന്നത്രേ. ഒരിക്കല് ഭക്ഷണത്തിനു വേണ്ടി മാംസം വാങ്ങാൻ വേണ്ടി മോങ്ങം അങ്ങാടിയിലേക്ക് പോകണം. ശിഷ്യന്മാരെത്രയോ ഉണ്ട്. അരിമ്ര ഉസ്താദിനെ നെഞ്ഞോട് ചേർത്ത് പിടിച്ച എത്രയോ ഖാദിമീങ്ങളുണ്ട്. ഖാദിമീങ്ങൾ വന്ന് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നോളൂ, ഉസ്താദ് ഇവിടെ നിന്ന് ഇറങ്ങരുത്. ബഹുമാനപ്പെട്ട അരിമ്ര ഉസ്താദ് പറഞ്ഞു, നിങ്ങള് എന്നിൽ അഹങ്കാരത്തിന്റെ കണിക നിങ്ങൾ ഉണ്ടാക്കുകയാണോ? എന്തേ, ഞാൻ മേടിച്ചു കൊണ്ടുവന്നാൽ മാംസമാവുകയില്ലേ? നമുക്കറിയാം, മുട്ടിന് താഴെ ഞെരിയാണിക്ക് മുകളിൽ തുണിയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അരിമ്ര ഉസ്താദ് മസ്ജിദുർ റഹ്മാനിൽ നിന്ന് മോങ്ങം മങ്ങാടിലേക്ക് നടന്നു പോയിട്ട് തലയിൽ മാംസം ചുമന്നു കൊണ്ടുവന്നു. അഹങ്കാരം തെല്ലും തീണ്ടിയിട്ടില്ല. അത് ഔലിയാഇന്റെ ഗുണമാണ്. നമുക്ക് അറിയണമല്ലോ, ഇത് ജമാദുൽ ഊല മാസം. ഈ ജമാദുൽ ഊലയിലാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖിന്റെ ആണ്ടുമാസമുള്ളത്. ചേർത്തി പറയേണ്ടതുണ്ടല്ലോ, ഔലിയാക്കളുടെ മഹാനാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ്. അരിമ്ര ഉസ്താദിനെ അയവറക്കാൻ വേണ്ടി, അവിടുത്തെ അനുസ്മരണത്തിന് വേണ്ടി ഉസ്താദിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ സാഗൂതം കാതുകൂർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പ, പ്രിയപ്പെട്ട ഉമ്മ, മഹാനായ റിഫായി ശൈഖിന്റെ ചരിത്രം പഠിക്കുമ്പോ എത്ര കൃത്യതയാണ് ഔലിയാക്കളുടെ റൂട്ട്. റിഫായി ശൈഖ് വലിയ തികഞ്ഞ ആലിമാണ്, ആബിദാണ്. പക്ഷേ അവിടുന്ന് ഉന്നതമായ സ്ഥാനത്തിലെത്തിയതിന്റെ പ്രധാന കാരണം ഒരു വേള തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് ദർസ് കഴിഞ്ഞു വന്നാൽ തന്റെ കയ്യിലൊരു കോടാലിയുമായി നീട്ട് തൊട്ടടുത്തുള്ള വനപ്രദേശത്തിലേക്ക് പോകും. വനപ്രദേശത്തിലേക്ക് പോയിട്ട് അവനിൽ നിന്ന് വിറകുകൾ വെട്ടിക്കൊണ്ടുവന്ന് അത് തലയിലേറ്റിയിട്ട് അങ്ങാടിയിൽ വന്ന് വിൽക്കും.
അങ്ങാടിയിൽ വന്ന് വിറ്റിട്ടാ കിട്ടുന്ന പണം ആ നാട്ടിലെ പാവപ്പെട്ട യതീമീങ്ങളോ അതുപോലെ തന്നെ ഭർത്താക്കന്മാര് മരിച്ച് വീടിന്റെ ഉള്ളറകളിൽ കഴിയുന്ന വിധവകള് പാവപ്പെട്ട ആളുകളിലേക്ക് സഹായത്തിന് കൊടുക്കുന്ന മഹാനായിരിക്കുന്ന റിഫായി ശൈഖ് അഹങ്കാരമില്ലാത്ത താഴ്മയാണ്. ഇതേ ഒരു ക്വാളിറ്റി അരിമ്പ്ര ഉസ്താദിൽ കാണാമായിരുന്നു അത്രേ. അടുത്തത് പറയുന്നത് ഹുബ്ബുൽ മസാകീനി വദ്ദനൂബി മിൻഹും വത്തവാദുഇ ലഹും. പാവപ്പെട്ട ആളുകളോട് വല്ലാത്ത സ്നേഹമാണ് അല്ലാഹുവിന്റെ മഹാരഥന്മാരായ ഇഷ്ടദാസന്മാർക്ക്. അരിമ്പർ ഉസ്താദിനെ കുറിച്ച് അവിടുത്തെ അനുസ്മരണം നടത്തുന്ന ഈ സദസ്സില് ഇന്നലെ ളുഹറിനിക്ക് ശേഷം ഞാൻ സബക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ മൊറയൂരിലുള്ള ഒരു പ്രായം ചെന്ന ഉപ്പാനെ ഞാൻ കണ്ടു. ആ ഉപ്പ ഖബർ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. എന്റെ മനസ്സിൽ ഒരാഴ്ചയായിട്ടുള്ളത് ഉസ്താദിനെ കുറിച്ചൊന്ന് പഠിക്കണം, ഉസ്താദിനെ കുറിച്ച് വരുന്ന സദസ്യരോടൊന്ന് പറയണം. കാരണം പുതുതലമുറ പലപ്പോഴും ഉസ്താദിന്റെ ആണ്ടനുസ്മരണത്തിൽ വന്ന് അന്നദാനത്തിന് ഭക്ഷണം കൊണ്ടുപോകുന്നല്ലാതെ ഈ കടക്കുന്ന മഹാമനീഷിയുടെ വിലയറിയുന്നില്ല. ആ പ്രായം ചെന്ന ഉപ്പയുടെ കൈ പിടിച്ച് ഞാൻ സലാം പറഞ്ഞു. ഞാൻ ആ ഉപ്പയോട് ചോദിച്ചു, എപ്പോഴാണ് വന്നത്? അവര് പറഞ്ഞു, കുറച്ച് സമയമായി. ഞാൻ ചോദിച്ചു, അരിമ്പർ ഉസ്താദിനെ അറിയുമോ? കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് ആ ഉപ്പ പറഞ്ഞെന്നോട്, അറിയുമെന്നോ ഉസ്താദേ? ജീവിതകാലത്തിൽ കുറഞ്ഞ കാലത്തെ ബന്ധമാണെങ്കിലും പലപ്പോഴും മൊറയൂര് പള്ളിയിൽ ഉസ്താദ് വന്നിരിക്കുമ്പോ സദാസമയം ദിക്റിലാണ്, ഫിക്റിലാണ്, ഖുർആനോത്തിലാണ്. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദിന്റെ കയ്യിൽ ആരെങ്കിലും വല്ല ഹദിയ കൊടുത്താൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരാള് വരുമ്പോ ആ പാവപ്പെട്ട ആളുടെ കയ്യിലേക്ക് ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദ് തന്റെ കയ്യിലുള്ള പണം കൊടുത്തിരുന്നു. പാവപ്പെട്ട ആളുകളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്ന അടയാളമുണ്ടോ അത് ഔലിയാഇന്റെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം രേഖപ്പെടുത്തിയ അടയാളം ഇത് റിഫായി ശൈഖിൽ നന്നായി മുഴച്ചു കാണുന്നു. അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിനും കാണുകയാണ്. നാലാമത് അവിടെ സുയൂത്തി ഇമാം പറയുന്ന കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണോ അവര് ഗീബത്ത് പറയാൻ വരില്ല, അവര് നമീമത്ത് പറയാൻ വരില്ല, അവര് ഫിത്നയും ഫസാദുമുള്ള സ്ഥലത്തില്ല. എന്തിനേറെയെന്നറിയുമോ? ആരെങ്കിലും കുറിച്ച് തന്റെ സദസ്സിലുള്ള ആളുകള് മോശമായ ചിന്തയെങ്ങാനും വെച്ചാല് അവരോട് ഉടനടി കർശനമായി ഇടപെട്ടുകൊണ്ടത് തീർത്തു കൊടുക്കുന്നവനാണ്. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദിനോട് ഒരിക്കൽ അവിടുത്തെ ശിഷ്യൻ ചോദിച്ചത്രേ, ഉസ്താദേ എന്തേ കൂടുതൽ സംസാരിക്കാത്തത്? അപ്പോഴാണ് ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നില്, റസൂലുള്ള സ്വഹാബത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുത്തൊരു ഹദീസ് പറഞ്ഞു കൊടുത്തു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ നിങ്ങളുടെ വായിലുള്ള നാവുണ്ടല്ലോ അത് പുറത്തേക്ക് അങ്ങെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൈകൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ ഈ നാവ് കൊണ്ടാണ് നാളെ അധികം പേരും നരകം വിലക്ക് വാങ്ങുന്നത്. ഈ ഹദീസ് കൊണ്ടാണ് പൊന്നുമോനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംസാരം കുറച്ചതെന്ന് മഹാമനീഷി നമ്മുടെ പള്ളിയുടെ ഓരത്തുറങ്ങുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് ആ വാക്ക് പറഞ്ഞു എന്ന് അവിടുത്തെ കൂടെ 12 വർഷത്തോളം ഖിദ്മ ചെയ്ത ഉസ്താദ് പറയുകയാണ്. ഞാനൊറ്റ കാര്യം കൂടെ ചേർത്ത് പറയട്ടെ, നാവ് കൊണ്ട് ഗീബത്ത് പറയുന്നത് പോലെ തന്നെയാണ് ഒരാളെ കുറിച്ചും നമ്മൾ മോശം ചിന്തിക്കരുത്. ഇന്ന് അതിൻ്റെ ഒരു കാലമാണ്. നമുക്ക് തോന്നുന്നു അയാള് മോശാണ്, ഇയാള് മോശാണ്. ഒരാളെയും നമ്മൾ ചെറുതാക്കാൻ നിൽക്കണ്ട. ലാ യഹ്കിറന്ന അഹദുൻ അഹദാ. നമ്മൾ ഒരാളും ഒരാളെയും ചെറുതാക്കണ്ട. പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ ഉള്ളിൽ ദൂഷ്യചിന്തകൾ വരുന്നുണ്ടോ, മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ടോ, നമ്മുടെ ഇബാദത്തിന് അത് തടസ്സമായി മാറും.
പലപ്പോഴും നമ്മളിങ്ങനെ പറയും, ഉസ്താദേ എന്താണെന്നറിയില്ല, ജമാഅത്തിന് കൃത്യം വരണമെന്നുണ്ട്, കഴിയുന്നില്ല. പ്രിയപ്പെട്ട ഉമ്മ, ഉസ്താദേ നിത്യമായി ഖുർആൻ ഓതണമെന്നുണ്ട്, കഴിയണില്ല. ഉസ്താദേ ഹദ്ദാദ് റാത്തീബ് ചെല്ലണമെന്നുണ്ട്, പലപ്പോഴും അത് മുടങ്ങാണ്. മഹാനായ ഷഅറാനി ഇമാം പറഞ്ഞൊരു വാചകമുണ്ട്, ആരുടെയെങ്കിലും മനസ്സിൽ മറ്റൊരാളെ കുറിച്ച് ചീത്ത ചിന്ത വന്നോ അവന് ഇബാദത്ത് തടസ്സപ്പെടുന്നതാണ്. ഇത് പറഞ്ഞ് ഷഅറാനി ഇമാമുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ, ഒരു ദിവസം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. ഉമ്മമാരെ നന്നായി ശ്രദ്ധിക്കണം. നമുക്ക് പറ്റാത്തവരൊക്കെ മോശക്കാര്. അങ്ങനെയാണെന്ന് കുടുംബത്തിലായാലും ബന്ധത്തിലായാലും കൂട്ടുകാരിലായാലും ശിഷ്യന്മാരിലാണെങ്കിലും നേതാക്കന്മാരിലാണെങ്കിലും നമുക്ക് പറ്റാത്തവരൊക്കെ മോശക്കാര്. ഒരിക്കലും ആ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു പോകരുത്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല പള്ളിയിൽ ഇരിക്കുക. കൂടെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിനോട് കൂടെ കുറച്ച് ആളുകളുണ്ട്. അവരൊരു മയ്യത്തിനെ പ്രതീക്ഷിച്ചിരിക്കുക. ആ സമയത്ത് ആ പള്ളിയിലേക്ക് ഒരു മുഷിഞ്ഞ വസ്ത്രം എടുത്തിട്ട് ഒരു യാചകൻ കടന്നു വന്നു. ചെറുപ്പക്കാരനായ യാചകനാണ്. യാചകൻ കടന്നു വന്നു. സ്വാഭാവികമായിട്ട് ഈ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ മനസ്സിൽ വന്നു, ആരോഗ്യം കണ്ടല്ലടാ, ഒന്ന് പണിക്ക് പോയിക്കൂടെ? ചോദിച്ചിട്ടില്ല, മനസ്സിൽ വന്നു. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഇതേ രൂപത്തിൽ ഒരു ചിന്ത ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ വരികയാണ്. ആരോഗ്യം ഉണ്ടല്ലോ, ഒന്ന് പണിക്ക് പോയിക്കൂടെ എന്നുള്ളൊരു ചിന്ത. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ കഥ ഉദ്ധരിച്ചുകൊണ്ട് ഷഅറാനി ഇമാം പറയുന്നുണ്ട്, അന്നത്തെ രാത്രിയിൽ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഗ്രിബിനു ശേഷം ചെയ്യുന്ന ഔറാദൊന്നും അങ്ങോട്ട് പിടിക്കണില്ല, ഒന്നിനും കഴിയണില്ല. സാധാരണ ചെല്ലുന്ന ദിക്ർ ചെല്ലാൻ വയ്ക്കണില്ല, സാധാരണ ഒന്ന് ഖുർആൻ ഓതാൻ വയ്ക്കുന്നില്ല, ഒന്നിനും കഴിയുന്നില്ല. ബഹുമാനപ്പെട്ടവരെ സാധാരണ ഉറങ്ങുന്നതിനേക്കാൾ നേരത്തെ ബഹുമാനപ്പെട്ടവരെ ശൈത്താൻ ഉറക്കും ചെയ്തു. അന്നത്തെ രാത്രിയിൽ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ്. എന്താണെന്നറിയില്ല, എന്റെ ഇബാദത്തിനെന്തോ ഒരു കോട്ടം വന്നിട്ടുണ്ട്. അപ്പോഴാണ് പാതിരാത്രിയിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നത്. എന്താണ് സ്വപ്നമെന്നറിയുമോ? അന്ന് രാവിലെ മനസ്സിൽ മോശമായി കാര്യം കരുതിയ ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരനെ എല്ലാരും കൂടെ ഒരു കട്ടിലിന്റെ മുകളിൽ കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഇവരെല്ലാവരും പറഞ്ഞു, രാവിലെ ഇദ്ദേഹത്തിന്റെ കുറച്ച് പച്ചമാംസം തിന്നതല്ലേ, വേണമെങ്കിൽ ബാക്കി കൂടെ ഭുജിച്ചോളൂ, ഈ ഒരു സ്വപ്നം കണ്ടിട്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. പിറ്റേ പ്രഭാത പുലരിയായി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഈ ചെറുപ്പക്കാരനെ തേടി പിടിച്ചു പോയി. ഈ ചെറുപ്പക്കാരന്റെ അടുക്കൽ ചെന്ന് പൊരുത്തപ്പെടിച്ച് ദുആ ചെയ്യിപ്പിച്ചതിനു ശേഷമാണ് തന്റെ ഇബാദത്തിന് കൃത്യനിഷ്ഠത കിട്ടിയതെന്ന് ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാം ചരിത്ര സാഹിത്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളാണോ? അവര് ഗീബത്ത് പറയുന്നില്ല, നമീമത്ത് പറയാനില്ല, ഫിത്ന പറയാനില്ല, ഫസാദ് ഉണ്ടാക്കാനില്ല, സൂഉദ്ദൊന്നും അവർക്കില്ല. അടുത്തതായി പറയുന്നു ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം രേഖപ്പെടുത്താണ്, അള്ളാഹുവിന്റെ വലിയാണോ അടുത്തടയാളം? മഹാന്മാരോട് അഭേദ്യമായ ബന്ധമുണ്ടാകും, മഹാന്മാരോട് അടുത്ത ബന്ധമുണ്ടാകും. അറിയാലോ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത്തിപ്പറ്റ ഉസ്താദിന് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ഹയാത്തിനു ശേഷമാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ജനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1905 ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദ് ജനിക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1916 ശംസുൽ ഉലമയുടെ ജനനം. ആണോ? ഏകദേശം അത്ര ആയിരിക്കും. ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് ശംസുൽ ഉലമ വഫാത്തായിട്ടുണ്ട്, അല്ലേ? ഉണ്ട്.
ആ കാലത്ത് ബഹുമാനപ്പെട്ട അരിമ്പുർ ഉസ്താദ് ഏറ്റവും കൂടുതൽ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായിയോട്, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനോട്, ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഹയാത്തുള്ള കാലത്ത് സിഎം വലിയുള്ളയോട് വല്ലാത്ത അടുപ്പം കാണിച്ചിരുന്നു. അത് മാത്രല്ല, ബഹുമാനപ്പെട്ടവർക്ക് മഹാന്മാരുടെ മസാറിലൂടെ നടന്ന് സിയാറത്ത് ചെയ്യുന്നത് വല്ലാത്ത ഇഷ്ടായിരുന്നു. വെള്ളിയാഴ്ചയായാൽ നാട്ടിലുള്ള സമയത്ത് ഉസ്താദിന്റെ അടുത്ത ആളുകൾ കാറുമായിട്ട് വീട്ടിലേക്ക് വരും. മറയൂരിലേക്കാണ് ഉസ്താദ് ജുമാക്ക് പോകുക. ജുമാ കഴിഞ്ഞ് അവിടുത്തെ ആളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചാൽ നേരെ ഉസ്താദ് കാറിൽ ഖാദിമീങ്ങളെ കൊണ്ടുപോകുക, ഒമാനൂർ ശുഹദാക്കളുടെ അടുക്കലേക്ക് പോകും. ഇതെല്ലാം ആഴ്ചയുമാണ്. അത് കഴിഞ്ഞ് ആ ഭാഗത്തുള്ള മഹാന്മാരൊക്കെ അവിടുന്ന് സിയാറത്ത് ചെയ്ത് അവസാനം എത്തും ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മംഫുറമി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടെ അടുക്കൽ സിയാറത്ത് ചെയ്യും. മമ്പറം തങ്ങളുടെ അടുക്കലുള്ള സിയാറത്ത് അവിടുത്തെ ഖാദിമീങ്ങൾ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? പലപ്പോഴും മമ്പറത്തെ തങ്ങളുപ്പാപ്പാന്റെ അടുത്തെത്തി സിയാറത്ത് ചെയ്യുമ്പോ കുറെ നേരം ഇരുന്നു കൊണ്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ഒന്നും മിണ്ടാതിരുന്നു കൊണ്ട് മമ്പറം തങ്ങളുടെ മക്കാമിലേക്ക് ഇങ്ങനെ നോക്കും. ഖാദിമീങ്ങൾ കരുതും ഉസ്താദ് ഇപ്പ തിരിച്ചു വരും. കുറെ കഴിഞ്ഞിട്ടാണ് ഉസ്താദ് തിരിച്ചു വരിക. ഹയാത്തുള്ള കാലത്ത് ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹിയോട് വല്ലാത്ത ബന്ധാണ്. വഫാത്തിനു ശേഷം ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹിയുടെ അടുക്കലേക്ക് എല്ലാ വ്യാഴാഴ്ച രാവിലും സിയാറത്തിന് പോയിരുന്നു എന്നും അടുത്ത ആളുകൾ പറയുന്നു. മഹാന്മാരോട് മരണശേഷം അഭേദ്യമായ ബന്ധമുണ്ടാക്കി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായുടെ വഫാത്തിനു ശേഷം, ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളാഹിയുടെ വഫാത്തിനു ശേഷം, ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മംഫുറമി അവിടുത്തെ എത്രയോ വർഷം മുമ്പ് വഫാത്തായിട്ടുണ്ടല്ലോ. ഈ മൂന്ന് മഹാന്മാരുടെ പേരിലും ഇടക്ക് മൗലിദ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ തന്നെ പ്രിയപ്പെട്ട ഒരു സഹോദരനോട് ഞാനൊരു വിഷയം അന്വേഷിച്ചപ്പോൾ ആ സഹോദരൻ ഇന്ന് എന്നോട് പങ്കുവെച്ചിട്ടുള്ള ഒരു സംഭവം, ഒരു ദിവസം രാത്രി ബഹുമാനപ്പെട്ട അരിമ്പുർ ഉസ്താദ് നമുക്കറിയാം പല സദസ്സുകളിലേക്കും ബഹുമാനപ്പെട്ട അരിമ്പുർ ഉസ്താദ് ദുആക്ക് പോകും. നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ, അരിമ്പുർ ഉസ്താദ് അങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് ദുആ ചെയ്തു. കഴിഞ്ഞ് തിരിച്ചു വന്നു. രാത്രി സമയമായി. വല്ലാത്ത ക്ഷീണമുണ്ട്. കൂടെ ഖാദിമീങ്ങളായ 5-6 ആളുകളുണ്ട്. അതിൽ ഞാൻ ഈ പറയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്. അരിമ്പുർ ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട സിഎം വലിയുള്ളയുടെ പേര് മൗലിദ് ചൊല്ലണം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പേര് മൗലിദ് ചൊല്ലണം, ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങളുടെ പേരിലും മൗലിദ് ചൊല്ലണം. ഞാനിവിടെ കടക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് മൗലിദ് ചൊല്ലണം എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരുടെ എല്ലാവരും മൗലിദ് ചൊല്ലി. ഈ മൗലിദിന്റെ സദസ്സിലേക്ക് യാദർച്ഛികമായി 1-2 ഉസ്താദുമാരും വന്നു. മൗലിദ് ഇങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ സമയം കുറെ ആയിട്ടുണ്ട്. എന്നെ പോലത്തെ മടിയന്മാരാ സദസ്സിലുണ്ടാവും. സുബ്ഹാന മനസ്സിലാ. ഇപ്പൊ കുട്ടി തലടിച്ച വീണത്. രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചാലേ, ആളുകളിലത്തെ കുട്ടികളാ അല്ലല്ല, രക്ഷിതാക്കൾ ഉണ്ടാക്കുമല്ലോ. നിങ്ങളോട് ദേഷ്യം കൊണ്ട് പറയല്ലോ, കുട്ടികൾ ഇതിലിങ്ങനെ ഓടും. എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പൊ കണ്ടില്ല തലടിച്ച വീണത്. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നൊരു കുട്ടി ഇല്ലേ മരിച്ചത്, വണ്ടി തട്ടിയാണ്ട് ഇല്ലേ ഇല്ലേ. അല്ലാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഈ സദസ്സിലേക്ക് യാദർശികമായ 2 ഉസ്താദുമാരും കടന്നു വന്നു. സമയം ഒരുപാട് വൈകിക്കണ്. അപ്പണ്ടല്ല സമയം വൈകിയാല് മങ്കൂസ് മൗലിദിന്റെ 1, 2, 3 ഹദീസ് ഓതിച്ച് ലാസ്റ്റ് എന്തൊരു അടിച്ചുവിടലുണ്ട്. ലാസ്റ്റ് ഷറഫുൽ അനാമിൽ അഷറഖീൻ ചൊല്ലും. ഇതേ രൂപത്തിൽ കുറെ സമയം വൈകിയപ്പോ കൂട്ടത്തിലുള്ള ഒരു ഉസ്താദ് പറഞ്ഞു, നമുക്ക് സിഎം വലിയുള്ളയുടെ മൗലിദിൽ നിന്ന് 2 ഹദീസ് ഓതിയിട്ട് ദുആ ചെയ്യാം. ഉസ്താദ് ഇപ്പൊ വിശ്രമത്തിലല്ലായിരുന്നു. അവരാ മൗലിദ് കഴിഞ്ഞ് തിരിച്ചുപോയി. പിറ്റേന്ന് സുബഹിയായപ്പോ ഈ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നലെ അവര് കരുതി ഉസ്താദ് അവിടെ കടന്നിട്ടുണ്ട്. ഇന്നലെ സിഎം വലിയുടെ മൗലിദ് മുഴുവൻ ചൊല്ലിയില്ലേ? ഇല്ല ഉസ്താദ് ചൊല്ലിയിട്ടില്ല. എങ്ങനെ ഉസ്താദിന് മനസ്സിലായി? എന്റെ അടുക്കലേക്ക് രാത്രി എന്നും ഞാൻ മൗലിദ് ചൊല്ലുമ്പോ അതാണ് മഹാനായ ശംസുൽ ഉലമ എന്റെ അടുക്കൽ വരാറുണ്ട്. അവിടുത്തെ ഹുദൂരിയത്തുണ്ടാകാറുണ്ട്, മമ്പുറം തങ്ങളുടെ ഹുദൂരിയത്തുണ്ടാകാറുണ്ട്. ഇന്നലെ സിഎം എന്റെ ഹുദൂറിൽ വന്നില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എന്ന് എന്നോട് പങ്കുവെച്ചതാണ്. ഒരുപക്ഷെ ആധുനിക യുഗത്തിൽ നിൽക്കുന്ന നമുക്കതൊക്കെ സംശയാണ്. കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മഹാരഥന്മാര് വരിക ഉസ്താദേ, ഈമാനുണ്ടോ, യഖീനുണ്ടോ? മഹാന്മാരുടെ
സഹായം നമുക്ക് എവിടെയും കിട്ടും. അല്ലാഹു മഹാന്മാരോട് ഇഷ്ടം വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരോടുള്ള ഇഷ്ടം പറയുമ്പോൾ നമ്മൾ വല്ലാതെ പറയേണ്ട ഒരു മഹാനുണ്ട്. അവിടുത്തെ പൊന്നോമന ശിഷ്യനാണ്. പക്ഷേ ശിഷ്യനിൽ ഉപരി തന്റെ ഒരു ഉസ്താദായി ശൈഖായി കൂടെയുള്ളയാളായി കണ്ട ബഹുമാനപ്പെട്ട വലിയുല്ലാഹി തൃപ്പനച്ചി ഉസ്താദ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ട വലിയുല്ലാഹി തൃപ്പനച്ചി ഉസ്താദ് 2 വർഷക്കാലത്തോളം ഏകദേശം ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിന്റെ അടുത്ത് ഓതിയിട്ടുണ്ട്. പലപ്പോഴും അരിമ്പർ ഉസ്താദ് തൃപ്പനച്ചി ഉസ്താദിനെ കണ്ടാൽ അവിടുത്തെ മുഖത്തിലെ താടി പിടിച്ചിട്ട് ഇങ്ങനെ വല്ലാതെ സന്തോഷിക്കും. ഉസ്താദിനെ നേരെ തിരിച്ചും സന്തോഷിക്കും. പലപ്പോഴും ആരെങ്കിലും അരിമ്പർ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് തൃപ്പനച്ചി ഉസ്താദിന്റെ അടുക്കലേക്ക് പോയാൽ പറയുന്ന 2 ക്വാളിറ്റിയാണ് ഉസ്താദിനുള്ളത്. മക്കളെ, നിങ്ങളുടെ കൂടെയുള്ളത് തഖ്വയുടെ കട്ടയാണ്, അതുപോലെ തന്നെ ഇൽമിന്റെ ബഹറാണ്. അവർ മനസ്സുകൊണ്ട് വല്ലാതെ അഭേദ്യമായ ബന്ധമായിരുന്നു. ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിന്റെ അവസാന കാലത്ത് ഉസ്താദിന്റെ ദർസിലോദിയ ഒരു യമാനി ഉസ്താദിനെ ഞാൻ കുറച്ചു മുമ്പ് പരിചയപ്പെട്ടു. ഞാൻ അടക്കം ഇങ്ങനെ പരിചയപ്പെട്ടു എന്ന് പറയണത് നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഉസ്താദിന് ഇപ്പൊ അങ്ങനെ കിട്ടുന്നത് ഉസ്താദിന് അരിമ്പർ ഉസ്താദ് എന്താ ബന്ധം? അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞാൻ നാക്കിലാണ്, അതുപോലെ തന്നെ ഹാക്കിയാണ്, ഉദ്ധരിക്കുകയാണ് വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണർത്തി തരേണ്ടതെന്ന് എന്റെ അനുഭവമുള്ള ഒരു പറഞ്ഞതാണ്. ഈ യമാനി അരിമ്പർ ഉസ്താദിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ അടുക്കലേക്ക് ചെന്നു. ഉസ്താദ് ഹയാത്തുള്ള കാലത്താ. ഉസ്താദിന് ചെന്നിട്ട് ചോദിച്ചു, ഏതൊക്കെ ഇപ്പൊ കിതാബ് ഓതുന്ന കിതാബുകൾ? അന്ന് ഫത്ഹുൽ മുഈനും ഖത്തറിനെതാണ് ഉസ്താദ് ഓതുന്ന കിതാബുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു, അന്ന് ഉസ്താദ് വിശ്രമ ജീവിതത്തിൽ വീട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദിന് സമ്മതം ഉണ്ടെങ്കിൽ ഉസ്താദിന് ദർസില്ലാത്ത ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ കിതാബ് ഓതണം. നിങ്ങളുടെ ഉസ്താദിന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഓതണം. ഉസ്താദിന്റെ അടുത്ത് ഓതണം. ഫത്ഹുൽ മുഈനൊക്കെ ഓതുന്ന സമയത്ത് അതിന് ഓരോ മസ്അലകൾ പറയുമ്പോ ഷാഫി മദ്ഹബിലുള്ള എല്ലാ കിതാബുകളുടെയും ഉദ്ധരണികൾ വെച്ചിട്ടായിരിക്കും അത്രേ ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട് കുറച്ചു കാര്യം നമുക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് രണ്ടാളും പറഞ്ഞു. പിറ്റേ വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിന്റെ അടുക്കലേക്ക് ഈ യമാനി, ഇപ്പൊ യമാനി അല്ലെന്ന് ഓതുന്ന കുട്ടിയാ, ഇയാളും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പാടെ വന്നിട്ട് മസ്ജിദുർ റഹ്മാന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുക. ഒന്നും പറഞ്ഞിട്ടില്ല. അരിമ്പർ ഉസ്താദ് രണ്ടാളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, പോരി തൃപ്പനച്ചി മേമോലിയര് പറഞ്ഞയച്ചല്ലേ. ഇന്നാണെങ്കിൽ നമ്മൾ എന്താ അറിയും, അത് ഇവിടുന്ന് തൃപ്പനച്ചി ഉസ്താദ് എന്തായിരുന്നു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, കോൾ ചെയ്തിട്ടുണ്ടാകും. അതാണ് മാനസിക ബന്ധം. ഞാനതെങ്ങനെ ആലോചിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ശിഷ്യനാണെങ്കിലും വല്ലാത്ത ആദരവാണ്, വല്ലാത്ത ബഹുമാനമാണ്. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് മലയിലിരിക്കുന്ന സമയത്ത് പലപ്പോഴും അരിമ്പർ ഉസ്താദ് അങ്ങോട്ട് പോകുമത്രേ. ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് പറയും, എന്തിനാ ഉസ്താദേ വന്നു? അവിടുന്ന് പറയും, എന്റെ മോന് എന്നെക്കാള് വിലായത്തിന്റെ മർത്തബയിലല്ലേ. ശിഷ്യൻ ഉസ്താദിനേക്കാൾ ഉയർന്നത് കൊണ്ട് അസൂയയില്ല. എന്റെ ശിഷ്യനാണ്, എന്റെ കാലിക്ക് അങ്ങോട്ട് വരട്ടെ, എന്നോട് പറയട്ടെ എന്നുള്ള ഈഗോ ക്ലാസ് ഔലിയാക്കന്മാരുടെ ഹിസ്റ്ററിയിലില്ല. ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, മദ്ഹബിന്റെ ഇമാമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. വിശാലമായി പറയാനുണ്ട്, ഞാൻ ചുരുക്കി പറയട്ടെ. ശാഫിഈ ഇമാമിന്റെ ശിഷ്യനാണല്ലോ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എന്തോ ഒരു ബന്ധമായിരുന്നെന്നറിയുമോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്യും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനോട് അടുത്ത ആളുകൾ ചോദിച്ചു, അല്ല ഉസ്താദേ, അഹ്മദ് ബിൻ ഹംബൽ നിങ്ങളുടെ ശിഷ്യനല്ലേ? നിങ്ങൾ അടുക്കൽ നിന്ന് മസ്അല പഠിച്ച ആളല്ലേ? മസ്അല ഇസ്തിംബാത്ത് ചെയ്യാനുള്ള ഉസൂലുൽ ഫിഖഹിന്റെ അടിസ്ഥാനം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ലേ?
എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഉടനെ തന്നെ ഷാഫി ഇമാം ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു കുറിച്ച് പാടിയത് ഉഹിബ്ബുസ് സാലിഹീന വലസ്തു മിൻഹും വഅർജു അൻ അനാല ബിഹിം ശഫാഅ. ആരാ പാടുന്നത്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാമാണ്. ഖുറൈശിലൊരു പണ്ഡിതൻ വരാനുണ്ട്, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇൽമു കൊണ്ട് നിറക്കുമെന്ന് പറഞ്ഞ ഷാഫി ഇമാമാണ് തൻ്റെ ശിഷ്യനെ കുറിച്ച് പാടുന്നത്. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നേ, വലസ്തു മിൻഹും, ഞാൻ അവരുടെ കൂട്ടത്തിൽ പെട്ട ആളല്ലെങ്കിലോ. ആരാ പറഞ്ഞത്? ഷാഫി ഇമാമാണ്. വഅർജു അൻ അനാല ബിഹിം ശഫാഅ, ഞാൻ അവിടുത്തെ ശഫാഅത്ത് നാളെ പരലോകത്ത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തൻ്റെ ശിഷ്യനെ കുറിച്ച് ഗമപാടിയ ഷാഫി ഇമാമിന്റെ കഥ ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദിനെയും തുർപ്പച്ചൻ ഉസ്താദിനെയോ ചേർത്ത് വായിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സദസ്യരെ നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ? അല്ലാഹു മഹാനൻവാന്റെ ദർജ ഉയർത്തട്ടെ, അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. ഇനി പ്രധാനപ്പെട്ട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരുപാട് ഗുണങ്ങൾ എടുത്ത് പറയാറുണ്ടെങ്കിലും ഉസ്താദിനെ ഈ നിലക്കാക്കിയത് അവിടുത്തെ ഇൽമിനോടുള്ള വല്ലാത്ത ഇഷ്കും ഇൽമിലുള്ള ആയം നിറഞ്ഞ പാണ്ഡിത്യമാണ്. ഏകദേശം 2.5 പതിറ്റാണ്ടോളം അല്ലെങ്കിൽ 3 പതിറ്റാണ്ടോളം തന്നെ വയനാടിലെ പല ഭാഗങ്ങളിലും ദർസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു 101 വർഷമാണ് ഉസ്താദിന്റെ ഹയാത്ത് കാലം. അപ്പൊ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് തന്നെ ആദ്യകാല ശിഷ്യന്മാരിൽ ഒരുപാട് ആളുകൾ വഫാത്തായി പോയിട്ടുണ്ടാകും. അറിവിന്റെ ആഴക്കടൽ എന്ന് പറഞ്ഞാൽ ഉസ്താദിന് പ്രത്യേകം താല്പര്യമുള്ള വിഷയമായിരുന്നു. ഉസ്താദ്മാർക്ക് അറിയാം, മഅഖൂലാത്തിന്റെ വിഷയത്തിൽ ഉസ്താദ് വല്ലാത്ത അഗ്രഗണ്യനായിരുന്നു. റിസാലത്തുൽ മാറദീനി, അതുപോലെ തന്നെ ഉഖലൈദിസ്, അതുപോലെ തന്നെ ഖുലാസത്തുൽ ഹിസാബ്, ഇത്തരത്തിലുള്ള ഇൽമുൽ ഹന്ദസയിലും അതുപോലെ തന്നെ ഫലക്കിയാത്തും അതുപോലെ തന്നെ മന്തിക്കിലും മആനിയിലും വല്ലാത്ത അവഗാഹമുള്ളതായിരുന്നു. എന്തിനേറെ അവിടുത്തെ ഒരു ശിഷ്യൻ അനുസ്മരിക്കുന്നുണ്ട്. ഉസ്താദ് വയനാട് ഭാഗത്ത് ദർസ് നടത്തുമ്പോ ഞായറാഴ്ചയിൽ പ്രത്യേകം ഒരു സബക്ക് ഉണ്ടായിരുന്നു അത്രേ. എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും മാത്രം പങ്കെടുക്കാൻ പറ്റിയ സബക്ക് ഇൽമുൽ ഹന്ദസയില്. എങ്ങനെ പ്ലാൻ വരക്കണം? ഇന്നിപ്പോ കോളേജുകളിലും ദർസുകളിലും ഉല്ലാസനൊക്കെ ഓതാണെങ്കിൽ അതിന്റെ അന്നോ അല്ലെങ്കിൽ രണ്ടോ ഏറിപ്പോയ ഒരു 10 ഷെക്കിൽ വരെ ഓതും. പൈതഗോറ സിദ്ധാന്തത്തിലേക്ക് അങ്ങോട്ട് അടുക്കൂല, കുറച്ചെത്തുമ്പോൾ അതിന് നിർത്തും. ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല അവഗാഹമുള്ള പണ്ഡിതനായിരുന്നു. നമ്മൾ എന്താ മനസ്സിലാക്കുക? ബഹുമാനപ്പെട്ട ഒരു തസ്ബീഹ് മാല മുറിച്ച് കുറച്ച് ദിക്റും ചൊല്ലി ഖുർആൻ ഓതിയ മഹാനാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു. അല്ല, വല്ലാത്ത പാണ്ഡിത്യമുള്ള ആളായിരുന്നു എന്ന് മാത്രമല്ല ഇൽമിനോട് വല്ലാത്ത താല്പര്യമുള്ള ആളായിരുന്നു. ഏതെങ്കിലും ഒരു കിതാബ് കിട്ടിയാൽ ആ കിതാബിന്റെ ശുറൂഹുകൾ മുത്താല ചെയ്ത് ആ കിതാബിന്റെ തൊറഫുകളിൽ അറ്റങ്ങളിലൊക്കെ ഒരുപാട് അറിവുകൾ ഇങ്ങനെ എഴുതിക്കും. ഒരുപാട് ഉലൂമുകള്, ഒരുപാട് മസ്അലകള് ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് ഓതിക്കൊടുത്ത കിതാബിന്റെ സൈഡ് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ശിഷ്യന്മാർ ഓർമ്മപ്പെടുത്താണ്. രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ കിതാബ് നോക്കി സുബഹി വരെ ആയ സംഭവമുണ്ട്. ഇപ്പോ തൃപ്പൻചി കോളേജിൽ പ്രിൻസിപ്പാൾ ആയിട്ടുള്ള ദാരിമി ഉസ്താദ് അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ ഞാൻ അത് നേരിട്ട് കേട്ടതാ. ഉസ്താദ് മനങ്ങറ്റ ദർസ് നടത്തുന്ന സമയത്ത് 2ാം ദർസ് കഴിഞ്ഞ് അഥവാ 1ാം ദർസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വന്ന് മുതഅല്ലിമീങ്ങൾക്ക് പഴയ കാലത്തൊക്കെ ജോറായി ഇപ്പത്തെ കാലത്ത് ഒരു പേരിനക്ക് വേണ്ടിയിട്ടുള്ള 2ാം ദർസ് ഉണ്ട്. ആ 2ാം ദർസില് അതും കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഈ ദാരിമി ഉസ്താദ് അരിമ്പ്ര ഉസ്താദിന്റെ അടുക്കലേക്ക് കിതാബ് വെക്കാൻ പോകും. ഉസ്താദ് പറയാണ്, ഈ ദാരിമി ഉസ്താദ് പറയാണ്, കിതാബ് ഇങ്ങനെ ഓതി കൊടുക്കും. ഏകദേശം 2 മണി ആയിട്ടുണ്ടാകും. മനുഷ്യനല്ലേ, ഉറക്കം വരുമ്പോ അരിമ്പ്ര ഉസ്താദ് പറയുമല്ലോ, ഉസ്താദിന്റെ കുട്ടി ഒന്ന് കൊടുത്ത് 1-2 സുന്നത്ത് സ്കെച്ചിൽ ഉറക്കം പോയിക്കോളും. എപ്പോ? പകല് 2 മണിക്കല്ല, രാത്രി 2 മണിക്ക്. പലപ്പോഴും എന്നിട്ട് മുത്താല ചെയ്യണത് എന്താ? നമ്മള് പ്രത്യക്ഷത്തിൽ പറഞ്ഞ വല്ല കാര്യമുള്ള വിഷയമാണോ? അല്ല.
മഅഖൂലാത്തും മറ്റു കാര്യങ്ങളാ മുത്താല ചെയ്യുന്നത്. പിന്നെ ഉസ്താദിന്റെ ഒരു ക്വാളിറ്റി ആയി പറഞ്ഞത് വഫാത്താകുന്നത് വരേക്കും ചെറിയ എഴുത്തുകൾ പോലും കണ്ണുകൊണ്ട് വായിക്കാൻ ബഹുമാനപ്പെട്ട കണ്ണട വെക്കാതെ തന്നെ നേരിട്ട് വായിക്കാൻ ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിന് കഴിഞ്ഞിരുന്നു. കിതാബിനോട് വല്ലാത്ത താല്പര്യമായിരുന്നു, ഇൽമിന്റെ അഹ്ലുകാരോടും വല്ലാത്ത താല്പര്യമായിരുന്നു. അഥവാ ദറസ് നടത്തുന്ന കാലത്ത് ദറസിന്റെ വിഷയത്തിൽ വല്ലാത്ത കണിശതയാണ്. സബക്ക് മുടങ്ങാൻ പറ്റൂല. കുട്ടികൾ നാട്ടിലേക്ക് പോകുമ്പോ കറക്റ്റ് വന്നോളണം. ഒരിക്കൽ ഉസ്താദിന്റെ അടുത്ത് വന്ന 2 കുട്ടികള് പുറത്തുപോയി. അവര് ആരൊക്കെയോ കണ്ടുമുട്ടിയിട്ട് ഇടക്കുണ്ടാകുമല്ലോ ഒന്ന് പെട്ടെന്ന് നന്നാകണം എന്നുള്ള ചിന്ത. ഈ ചിന്ത വന്നിട്ട് ഏതെങ്കിലും ത്വരീക്കത്തിന്റെ മശായിഖമാരെ കണ്ടിട്ട് ഏതെങ്കിലും ഒന്ന് ത്വരീക്കത്ത് സ്വീകരിച്ചാൽ തിരക്കടില്ല എന്ന് പറയുന്ന മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നല്. പിറ്റേ ദിവസം സബക്കിൽ വന്നു. സബക്കിൽ വന്ന് ഈ 2 കുട്ടികൾ ഇങ്ങനെ ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട തിരുപ്പഞ്ചി ഉസ്താദ് പറഞ്ഞു, ദർസ് അടിക്കണ സമയത്ത് നിങ്ങളെ ത്വരീക്കത്തും അതൊന്നും വേണ്ട, നിങ്ങൾക്കുള്ള ദിക്റും നിങ്ങൾക്കുള്ള ഔറാദും അത് കിതാബ് ഓതി പഠിക്കലാണ്. അത് നിങ്ങൾക്കുള്ള ഔറാദ് അൽഫിയന്റെ ബെയ്ത്ത് അങ്ങോട്ട് പാടി പഠിച്ചോളി, അല്ലെങ്കിൽ തുഹഫന്റെ ബെയ്ത്ത് അങ്ങോട്ട് പാടി പഠിച്ചോളി, കിതാബിന്റെ ഇബാറത്ത് പഠിച്ചോളി, അതന്നെ നിങ്ങൾക്കുള്ള ഔറാദ്. പിന്നെ വിലായത്തും മറ്റു കാര്യങ്ങളൊക്കെ ത്വരീക്കത്തൊക്കെ തേടിപ്പോകല് അത് പഠനത്തിന്റെ ശേഷം മതി എന്ന. പഠിക്കണ കാര്യത്തിലും ദീനിന്റെ സേവനത്തിലും ആരെങ്കിലും പിന്നോട്ട് കാണിച്ചാൽ അവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഷ്യായിരുന്നു. ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിന്റെ അടുക്കലേക്ക് 9 കൊല്ലത്തോളം പള്ളി ദർസിൽ ഓതി ഏകദേശം കോളേജിലേക്ക് പോകാനായ ഒരു ഉസ്താദ് അദ്ദേഹം ഗൾഫിലേക്ക് പോകാനുമായി ബന്ധപ്പെട്ട് വിസ റെഡിയായ അരിമ്പർ ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നു. അരിമ്പർ ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നു എന്നോട് പറഞ്ഞു, ഉസ്താദെ വിസ റെഡി ആയിട്ടുണ്ട് സൗദിക്ക്, റാഹത്തുള്ള ജോലി, ഖൈറായ ജോലിക്ക് വേണ്ടി ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം എന്നാണ്. ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദ് പറഞ്ഞത്രേ, നിനക്ക് സൗദിക്കല്ല ഞാൻ വിസ കാണുന്നത്, ബാഖിയാത്ത് സ്വാലിഹിലേക്കാണ് നിനക്ക് ഞാൻ വിസ കാണുന്നത്. ഇയാൾ ആറ്റുനോറ്റൊരു വിസയായിട്ട് വന്നതാണ്. രണ്ടാമത് പറഞ്ഞു ഉസ്താദ് ദുആ ചെയ്തു തരുമോ, മൂന്നാമതും പറഞ്ഞു ഉസ്താദ് ദുആ ചെയ്തു തരുമോ. അപ്പൊ പറഞ്ഞു ഞാൻ ദുആ ചെയ്തുതരാ, പക്ഷെ എന്റെ മനസ്സ് പറഞ്ഞ ബാക്കിയാത്ത സ്വാലിഹത്തിലേക്കാണ്. 3 ദിവസം കഴിഞ്ഞു, ആ വിസ ക്യാൻസൽ ആയിക്കണു എന്നുള്ള വിവരം കിട്ടി. നേരെ അരിമ്പർ ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നു. ഉസ്താദിനോട് സമ്മതം നേടി ബാക്കിയാത്തിലേക്ക് പോയി. ബാക്കിയാത്തിൽ ആ വർഷത്തിൽ ഫസ്റ്റ് കൊല്ലത്തോടുകൂടി പാസ്സായി. ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് ദർസ് നടത്തുന്നുണ്ട്. ആ മഹാൻ അത് ബടായി പറയല്ല, തെളിവാണ് നിങ്ങൾക്ക് തരും. ഞാൻ പറയല്ല, പറഞ്ഞ ആളിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് തിരിച്ചു തരും. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി തിരുപ്പഞ്ചി ഉസ്താദ്, അല്ലാഹുവേ ആ മഹാനുഭാവനെ കുറിച്ച് ഇനിയും കൂടുതൽ പഠിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ എൻ്റെ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങളോട് പറയാണ്, ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരോട് ഉമ്മമാരോട് പറയാണ്, ഇവിടെ അരിമ്പ്ര ഉസ്താദിന് അയവറക്കപ്പെടുന്ന പ്രധാന കാരണം ഇൽമാണ്. ഈ മാസത്തിൽ ഒരു മഹാന് കൂടെ അനുസ്മരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് ജമാഅത്തുൽ ഉലയിലാണ് അവിടുത്തെ വഫാത്തിന്റെ മാസം. നമ്മൾ റിഫായി ശൈഖിനെ പറഞ്ഞു, ഈ മാസത്തിൽ മരണപ്പെട്ടു പോയ സൈനുൽ ഉലമയെ ഒന്ന് അനുസ്മരിക്കണം. എന്തേ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ അനുസ്മരിക്കുന്നത്? പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട വാപ്പാ ഉമ്മ, ഇൽമിനേക്കാൾ പവറുള്ള ഒന്നുമില്ല. ഇൽമുണ്ടോ ലോകത്ത് കിരീടം വെക്കാത്ത രാജാവാകാ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഇന്നും അനുസ്മരിച്ചതെന്തേ? ശംസുൽ ഉലമയെ നമ്മൾ ഓർത്തതെന്തേ? കണ്ണിയത്തോരെ നമ്മൾ പറയുന്നതെന്തേ? അരിമ്പ്ര ഉസ്താദിനെ ഒരു നിലക്ക് ഓർക്കുന്നതെന്തേ? അവിടുന്ന് പഠിക്കേണ്ട കാലത്ത് യഥാർത്ഥത്തിൽ പഠിച്ചുകൊണ്ട് നല്ല ദിഷണാശാലികളായ പണ്ഡിതന്മാരായി എന്നുള്ളത് കൊണ്ടാണ്. കോലത്തിലല്ല, നമുക്കറിയാലോ കണ്ണിയത്ത് ഉസ്താദ് കാണാമല്ല കോലല്ല, പക്ഷേ ഉള്ളില് നല്ല കോലമാണ്, ഉള്ളില് നല്ല ചേലാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ട വാപ്പമാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭവം പറയട്ടെ.
മദീനയിൽ ദറസ് നടത്തിയൊരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അത്താ ഇബ്നു അബീ റബാഹ് എന്നാണ്. നന്നായി ശ്രദ്ധിക്കണേ. ഈ അത്താ ഇബ്നു അബീ റബാഹില്ലേ കാണാൻ തീരെ ഹൈറ്റില്ലാത്ത ആളാണ്. എത്യോപ്യൻ വംശജനാണ്. കറുകറുത്ത അത്താ ഇബ്നു അബീ റബാഹ് ഒറ്റക്കണ്ണ് മാത്രമേ ഉള്ളൂ. തലയാണെങ്കിൽ പിരടിയോടടുത്ത് നിൽക്കുന്ന ഖസീറുൽ ഉനുഖാണ്. വല്ലാതെ ഹൈറ്റില്ല, കറുകറുത്ത മനുഷ്യനാണ്. പോരാത്തതിന് കാലിന് മുടന്തുമാണ്. പറയണ്ടല്ലോ, എല്ലാ ബാഹ്യപരമായ എല്ലാ നെഗറ്റീവ് ഉണ്ട്. കൂട്ടുകാരൊക്കെ കളിയാക്കും, പള്ളിക്ക് പോയാലും കളിയാക്കും, കല്യാണത്തിന് പോയാലും കളിയാക്കും, സൽക്കാരത്തിന് പോയാലും കളിയാക്കും. അല്ലാത്ത വിഷമായപ്പോ പള്ളിയിലേക്ക് പോയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബി മിനന്നാർ. പടച്ചോനെ നരകത്തിൽ നിന്ന് എന്റെ പരടി മോചിപ്പിക്കണേ. അതാ പരടി മോചിപ്പിക്കണം പറഞ്ഞാൽ ബാഗ് പറഞ്ഞ് കുല്ലുദ്ദേശിക്കാം, പറഞ്ഞു മനസ്സിലാവും. ബാഗ് പറഞ്ഞ് കുല്ലുദ്ദേശിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടുന്ന് കുട്ടികൾ കളിയാക്കി പരടി എന്നല്ലാത്ത എന്റെ പരടി എങ്ങനെയാടാ നരകത്തുനിന്ന് മോചിപ്പിക്കുക? അല്ലാത്ത സങ്കടായി. ശ്രദ്ധിക്കണേ. നേരെ ഉമ്മന്റെ അടുക്കലേക്ക് വന്നു. ഉമ്മ, എല്ലാവരും എന്നെ കളിയാക്കുന്നു, എനിക്ക് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന പൊസിഷനിലെത്തണം. ഉമ്മ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട അത്താ ഇബ്നു അബീ റബാഹിന്റെ ഉമ്മ പറഞ്ഞു, അന്ന് മദീനത്ത് ദറസ് നടത്തുന്ന ഇബ്നു അബ്ബാസ് റഹിമയുള്ളയുടെ ദറസിൽ ചേർന്നോളൂ, അറിവ് പഠിച്ചോ മോനെ. എല്ലാ രാജാക്കന്മാരും ഉമ്മയുടെ മോനെ തേടി വരുമേ. അത്താ ഇബ്നു റബാഹ് ഏകദേശം 10-15 വർഷക്കാലത്തോളം അവിടെ അറിവ് പഠിച്ചു. അറിവ് പഠിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും പ്രയാസമുള്ള ഫറായിദിന്റെ മസലകള്, അതുപോലെ തന്നെ ഹജ്ജ് ഉംറയുടെ മസലകള്, എത്ര പഠിച്ചാലും പിന്നെയും സംശയം വരുന്ന ഹജ്ജും ഉംറയുടെയും മസലകള്, ഇതിന്റെ വിഷയത്തില് തീർപ്പ് കൽപ്പിക്കാൻ മദീനയിൽ പിന്നെ അത്താ ഇബ്നു റബാഹിനെ പോലെ വേറെ പണ്ഡിതനില്ലാത്ത ഒരു അവസ്ഥ വന്നു. മദീനയിൽ അറിയപ്പെട്ട ദർസായ അത്താ ഇബ്നു റബാഹിന്റേത്. ആരാണ് അത്താ ഇബ്നു റബാഹ്? അവിടുത്തെ പഴയകാല ചരിത്രം എന്താണ്? ആരും വില കൽപ്പിച്ചിരുന്നില്ല, എല്ലാവരും കളിയാക്കിയിരുന്നു. ഈ അത്താ ഇബ്നു റബാഹ് മദീനയിൽ ദർസ് നടത്തുമ്പോ ഖലീഫ ഹാറൂൻ റഷീദ് ഒരുപാട് രാജ്യങ്ങൾ ഭരിച്ച രാജാവാണ്. ഖലീഫ ഹാറൂൻ റഷീദ് മക്കയിലേക്ക് ഉംറക്ക് വന്നു. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു മസ്അലയിൽ സംശയം വന്നു. അന്ന് മദീനയിലുള്ള കേളി തന്നെ എന്താണ്? അത്താ ഇബ്നു റബാഹ് ഉണ്ടോ? വേറെ ആരും ഹജ്ജിന്റെയും ഉംറയുടെയും വിഷയത്തിൽ മസ്അല പറയാൻ പാടില്ല. അത്താ ഇബ്നു റബാഹ് ഉണ്ടോ? വേറെ ആരും മസ്അല പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദിനെ മസല കിട്ടണം. ഹാറൂൻ റഷീദ് അവിടുത്തെ അന്ന് മദീനയിലെ അവിടുത്തെ ഗവർണറുടെ അതിഥിയായി കൊട്ടാരത്തിലുണ്ട്. അത്താ ഇബ്നു റബാഹ് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു അൻഹു എന്റെ വീട് വരെ ഒന്ന് വരാൻ പറയാൻ പറഞ്ഞു. അത്താ റളിയല്ലാഹുവിനോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ രാജാവ് വിളിക്കുന്നുണ്ട് പറഞ്ഞു. എന്തിനാ ചോദിച്ചു? മസ്അല ചോദിക്കാനാണ് പറഞ്ഞു. രാജാവിന് മസ്അല കിട്ടണമെങ്കിൽ രാജാവിനോട് കൊട്ടാരന്ന് ഇങ്ങോട്ട് എന്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. ആരാ പറയണത്? എല്ലാവരും ചവിട്ടി തേച്ചിരുന്ന കുറിയനായിരുന്ന, ആർക്കും വേണ്ടാത്ത അത്താ ഇബ്നു റബാഹ് പറയണത്, മസ്അല കിട്ടണമെങ്കിൽ എന്റെ മക്തബയിലേക്ക്, എന്റെ മദ്രസയിലേക്ക് ഇങ്ങോട്ട് വരാൻ പറ. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് ഒന്നു രാജാവല്ലേ, വന്നിട്ട് ക്യൂ നിൽക്കാതെ, വരി നിൽക്കാതെ നേരെ മുന്നിൽ പോയിട്ട് അത്താ ഇബ്നു റബാഹ് നിന്നു. അത്താ ഇബ്നു റബാഹിന്റെ മുന്നിൽ ഹാറൂൻ റഷീദ് നിന്നു. ഹാറൂൻ റഷീദിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ വരി പാലിച്ചിട്ടാണോ നിന്നത്? അല്ല, ഞാൻ രാജാവല്ല. എന്ത് രാജാവ്? അറിവിന്റെ മുന്നിൽ എല്ലാവരും സമ പോയി ക്യൂല് നിൽക്കാൻ പറഞ്ഞു. ക്യൂ നിന്നിട്ട് അവസാനത്തെ ഊഴമെത്തിയിട്ട് മസ്അല പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട മക്കളോട്, ഇൽമിനെ ആഗ്രഹിക്കുന്ന മക്കളോട്, ദുനിയാവ് വേണോ ആഖിറം വേണോ? ഇൽമിന്റെ വഴിയിൽ അടിയുറച്ചു നിന്നോ. ഞാൻ
എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, ഒരു മകനെയെങ്കിലും ആലിമാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വല്ലാത്ത സന്തോഷമാണ് ഈ മഹല്ല് കാണുമ്പോ. ഈ മഹല്ലിൽ ഒരുപാട് ആലിമീങ്ങളെ വളർത്തെടുത്തിയ മണ്ണാണ്, പള്ളിയാണ്, നാടാണ്. ഒരുപാട് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത മഹല്ലാണ്. ഒരു മാസം മുമ്പ് വൈബിയന്യരായ ഉമർ ഉസ്താദിന്റെ ദർസിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചൊരു പരിപാടി നടന്നപ്പോ ഇവിടെ പഠിച്ചിറങ്ങിയ 10-40 മുതല്ലിമീങ്ങള് അവര് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ പല ഉപ്പമാരും വന്ന് കണ്ണുനീര് നിറച്ചിട്ട് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ഈ മഹല്ലത്തിൽ ഖിയാമത്ത് നാൾ വരെ നീ ദർസ് നിലനിർത്തണേ അല്ലാ. നാടിനിക്ക് ഐശ്വര്യമാണേ ഉമ്മ. ഞാൻ പറഞ്ഞത് ഉമ്മ, ഒരു മകനെയെങ്കിലും ആലിമാക്കാൻ തയ്യാറുണ്ടോ? നാളെ പരലോകത്ത് നിങ്ങളുടെ കൈ പിടിക്കാനാ. പഴയ കാലത്തെ ആളുകൾക്ക് അങ്ങനെ ചിന്തിച്ചത്, ഒരു കുട്ടിനെങ്കിലും ആലിമാക്കണം. ഇനി ആലിമായ മാത്രമേ സ്വർഗത്ത് കടക്കുള്ളൂ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കാണ്ടാകും. ഞാൻ സ്വർഗത്ത് കടക്കണം അല്ലാത്ത കാര്യമില്ല പറഞ്ഞത്. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്യാൻ, നിങ്ങളുടെ വീട്ടിലൊരു ദീനിന്റെ ഒരു ശിആർ ഉണ്ടാകാൻ, ഒരു മകനെങ്കിലും ആലിമാകട്ടെ. ഞാനിതിങ്ങനെ പറയുമ്പോൾ ഓർക്കുന്നത്, ഞാനൊരു ചരിത്രം വായിച്ചത് ഇങ്ങനെ ഓർക്കാണ്. പഴയ കാലത്തെ ആളുകൾ ഫറൂഖ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം തന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത്, നന്നായി ശ്രദ്ധിക്കണേ, ഈ ചരിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകണം. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് ഒരു 30,000 സ്വർണ്ണ നാണയം എടുത്തിട്ട് ഭാര്യന്റെ കയ്യിൽ കൊടുത്തു. ഭാര്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നമുക്കുണ്ടാകുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഈ കുട്ടിയെ നല്ലൊരു ദർസിൽ കൊണ്ടാക്കിയിട്ട് ഈ കുട്ടിയെ നല്ലൊരു പണ്ഡിതനാക്കണം, നല്ലൊരു ആലിമാക്കണം. അതിനു വേണ്ടിയിട്ട് ഈ പണം മുഴുവൻ നീ ചെലവഴിക്കണം. അങ്ങനെ ഈ ഫറൂഖ് അവിടുന്ന് പോയി, കച്ചവടത്തിന് വേണ്ടി പോയി, നാട് വിട്ടുപോയി. ഈ ഫറൂഖ് എന്നുള്ള വ്യക്തി 27 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. അരിമ്പറന്ന് പോയി ഒരു 27 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ സ്വാഭാവികമായിട്ടും അരിമ്പറയിൽ അങ്ങാടി മാറിയിട്ടുണ്ടാകും, വഴിയോരങ്ങളൊക്കെ ഒരു പുതുമയുണ്ടാകും, വീടുകളൊക്കെ മാറിയിട്ടുണ്ടാകും. ഫറൂഖ് 27 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോ തന്റെ നാട് മാറിയിട്ടുണ്ട്, അങ്ങാടി മാറിയിട്ടുണ്ട്, വീടുകളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ അടയാളം വെച്ച് ഇങ്ങനെ വന്നു നോക്കുമ്പോ തന്റെ വീട്, ആ പഴയ വീട്, ആ കൊച്ചു കൂരയായിട്ട് തന്നെ അങ്ങനെ നിൽക്കാണ്. കുതിരപ്പുറത്ത് വരുന്ന ഫറൂഖിന്റെ കയ്യില് ഒരു ഇരുമ്പിന്റെ കുന്തം കയ്യിലുണ്ട്. ഫറൂഖ് നേരെ വന്നിട്ട് തന്റെ വീടിന്റെ ഉമ്മറത്തെത്തിയിട്ട് ആ വീടിന്റെ വാതിലിനൊരു കുത്തു കൊടുത്തു. വാതിലിനൊക്കെ കുത്തൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു. ആരാണ് എന്റെ വീടിന്റെ വാതിലിന് കുത്തുന്നത്? അവര് തമ്മിൽ വല്ലാത്ത പ്രശ്നമായി. ഉറപ്പല്ലേ, നിങ്ങളെ വീടിന്റെ വാതിലൊക്കെ വന്നിട്ട് ഒരാൾ ചോട്ടിപ്പൊളിച്ച് അങ്ങനെ ഉണ്ടാവും? വീടിന്റെ വാതിൽ നിങ്ങളെ സമ്മതമല്ല തുറന്ന് അങ്ങനെ ഉണ്ടാകും? സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാരൻ മുന്നിട്ട് വന്നു. ഫറൂഖും ഈ ചെറുപ്പക്കാരനും തമ്മിൽ തർക്കായി. രണ്ടാളും അവകാശവാദം ഉന്നയിക്കുക. ഫറൂഖ് പറഞ്ഞത് എന്റെ വീടാണ്, ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ വീടാണ്, ഞാൻ നിൽക്കണ എന്റെ വീടൊന്ന് തുറന്നു കാണ്ട് നിങ്ങളെ വീടാണെന്ന് പറയേ. അയൽവാസികളൊക്കെ കൂടി, നാട്ടുകാരൊക്കെ കൂടി, ആകെ ചർച്ചയായ സമയത്താണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ ഫറൂഖിന്റെ ഭാര്യ 27 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഉമ്മ നാട്ടുകാരോട് പറയണം, നാട്ടുകാരെ നിങ്ങൾ തിരിച്ചു പോയിക്കോളി, അത് മകനും വാപ്പയും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ ഇടപെടേണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോളി. അങ്ങനെ എന്തായി? ഈ ഫറൂഖിനിക്ക് മനസ്സിലായി ഇതിന്റെ മോനാണെന്ന് മനസ്സിലായി, വാപ്പയാണെന്ന് മനസ്സിലായി. മകൻ എന്തായി? പ്രശ്നം അവിടെ തീർന്നല്ലോ. മകൻ നേരെ പള്ളിയിലേക്ക് പോയി. ഫറൂഖ് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നു. ഭാര്യ വിളിച്ചിരുത്തി സൽക്കരിച്ചു. ഭാര്യ പറഞ്ഞു, സൽക്കരിക്കുന്നതിന് മുമ്പ് കുളിച്ചൊക്കെ ഫ്രഷ് ആയതിനു ശേഷം ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്ന് പള്ളിയിലേക്ക് പോയി വരും. പള്ളിയിലേക്ക് പോയി വരുമ്പോത്തിന് നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കാം. അപ്പൊ ഫറൂഖ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 27 വർഷം മുമ്പ് 30,000 സ്വർണ്ണ നാണയം പ്രിയപ്പെട്ടവളെ നിന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഉണ്ടാകണത് ആൺകുട്ടിയാണെങ്കിൽ നല്ലൊരു പണ്ഡിതനാക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് നീ പാലിച്ചിട്ടുണ്ടോ? അപ്പൊ ഭാര്യ എങ്ങനെ വർത്താൻ പറഞ്ഞു, നിങ്ങൾ തന്ന പൈസക്ക് വെക്കണ്ടോട് തന്നെ ഞാൻ നല്ല നിലക്ക് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഫറൂഖ് പള്ളിയിലേക്ക് പോയി നോക്കുമ്പോ പള്ളിയുടെ അകത്തളത്ത് വിശാലമായ ദർസ് നടക്കുകയാണ്. എത്രയോ ആളുകളുണ്ട്.
ആയിരക്കണക്കിന് ആളുകൾ പഠിതാക്കളായിട്ടുണ്ട് പള്ളിയുടെ മുറ്റത്ത്. അന്നത്തെ വാഹനങ്ങൾ കുതിരകളാണ്, ഒട്ടകങ്ങളാണ്. കുതിരകളെയും ഒട്ടകങ്ങളെയും കെട്ടിവെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഫറൂഖ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ആരാണ് ക്ലാസ് എടുക്കുന്നത്? ക്ലാസ് എടുക്കുന്ന ആളിലേക്ക് നോക്കുമ്പോ അയാൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ താഴെയാണ് നോക്കുന്ന. ഫറൂഖിന് മുഖം കൊടുക്കുന്നില്ല. ഒന്നും പാടെ ശ്രദ്ധിച്ചങ്ങ് നോക്കുമ്പോ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ട എൻ്റെ 27 വയസ്സ് പ്രായമുള്ള പൊന്നുമോനാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആ സദസ്സിലുള്ള പഠിതാക്കളിൽ അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട റബീഅത്തുർ റൈഅ റളിയല്ലാഹു അൻഹു. ആരാണ് റബീഅത്തുർ റൈഅ റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അനസ് ബിൻ മാലിക്. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ഈ റബീഅത്തുർ റൈഅ അടക്കമുള്ള ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് ദർസ് നടത്താണ്. ഈ വാപ്പക്ക് ചിരിക്കണോന്നറിയൂല, കരയണോന്നറിയൂല സന്തോഷം കൊണ്ട്. അരിമ്പ്ര ഉസ്താദിന്റെ ഉറൂസ് മുബാറക്കിൽ ഉസ്താദിന്റെ അനുസ്മരണ പ്രഭാഷണം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പഹല്ല് നിവാസികളെ, അരിമ്പ്ര ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളെ, മറക്ക് പിന്നിരുന്നു കൊണ്ട് അരിമ്പ്ര ഉസ്താദിന്റെ ചരിത്രം കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. അരിമ്പ്ര ഉസ്താദിനെ അരിമ്പ്ര ഉസ്താദായി എല്ലാവരും അറിയപ്പെടാനുള്ളതിൽ പ്രധാന കാരണം അവിടുത്തെ അറിവ് തന്നെ. അവിടുത്തെ അറിവ് തന്നെ. അല്ലാ, ഞങ്ങളുടെ മക്കളിൽ ഏതെങ്കിലും ഒരു മകൻ ആലിമായി ഞങ്ങൾ പള്ളിക്കാട്ടിൽ കടക്കുന്ന സമയത്ത് വാപ്പാന്റെ ഉമ്മാന്റെ വല്ലിപ്പാന്റെ വല്ലിമ്മാന്റെ ഖബറിന്റെ തലയുടെ ഭാഗത്ത് വന്ന് മഖ്റജ് ഒപ്പിച്ചിട്ട് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്ന ഒരു മകനെയെങ്കിലും ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഉസ്താദ് ഇൽമിൽ ചെലവഴിച്ചു. അതുപോലെ തന്നെ ഉസ്താദിന്റെ പ്രധാന ക്വാളിറ്റി ആയിട്ട് കാണാം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചെയ്യുന്ന ഇബാദത്തിൽ കൃത്യനിഷ്ഠ. ചെയ്യുന്ന ഇബാദത്തിൽ കൃത്യനിഷ്ഠത വേണം. ഉസ്താദ് പലപ്പോഴും അവസാന സമയത്ത് നമുക്കറിയാലോ 101 വയസ്സ് ജീവിക്കുമ്പോ ഉസ്താദ് സുഖമില്ലാതെ എത്ര കടന്നു വല്ലാതെ കടന്നിട്ടില്ല. 3-4 കടന്നിട്ടുള്ളൂ. ഈ 3-4 വർഷമാണ് ഉസ്താദ് കടക്കണത്. അതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ച് ഒരു 97-98 വയസ്സൊക്കെ. ആ വയസ്സിൽ ഒരു മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയും മനസ്സിന്റെ ശക്തിയും എന്തുണ്ടാകും? ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉസ്താദ് നിത്യം ചെയ്യുന്ന അമലിൽ ഒന്നുപോലും ഉസ്താദ് കോട്ടം വരുത്തിയില്ല. എവിടെയൊക്കെ പരിപാടി കഴിഞ്ഞു പോയാല് കൂടെയുള്ള ഖാദിമീങ്ങൾ ചെറുപ്പക്കാരായിരിക്കും, ഓൽക്ക് ക്ഷീണം വന്നിട്ടുണ്ടാവും. ഉസ്താദ് പറയുന്ന അദ്ദാദ് റാത്തീബ് അല്ലില്ല, കൂട്ടത്തില് അദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ മതി. അദ്ദാദ് റാത്തീബ് ഇറങ്ങിയ ഖാദിമീങ്ങൾക്ക് വേണമെന്ന് ഉറങ്ങാം. ഉസ്താദ് എന്നാൽ ഉസ്താദിന് ചെല്ലാള റാത്തീബ് ചെല്ലും, ഉസ്താദിന് ചെല്ലാള ഔറാദുകൾ ചെല്ലുമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. എപ്പോഴും കയ്യിൽ തസ്ബീഹ് മാല. നേരത്തെ പറഞ്ഞല്ലോ കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാകും ഒഴിവുള്ള സമയത്ത്. ഫിക്ർ, ദിക്ർ, ഇൽമ്, ഇതാണ് അവിടുത്തെ ജീവിതം. ഫിക്ർ, ദിക്ർ, ഇൽമ്, ഇത് മൂന്നിലും അങ്ങ് കഴിച്ചുകൂട്ടി ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ്. അല്ലാഹുവേ, മഹാനോട് ദറജ ഉയർത്തണേ അല്ലാ. അവിടുത്തെ മദദ് നൽകണേ അല്ലാ. അവിടുത്തെ മഖാമിന്റെ ഓരത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാടിയ പാട്ടാണ് ഓർമ്മ വരുന്നത്. വലസ്തു മിനസ് സ്വാലിഹീൻ. ഞങ്ങൾ സ്വാലിഹീങ്ങളല്ല അല്ലാഹ്, എന്നാലും സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതല്ലാഹ്. പലർക്കും പല അനുഭവങ്ങൾ പറയാണ്ട്. ഇനി ഉസ്താദിന്റെ കറാമത്തുകൾ പറയുകയാണെങ്കിലോ, ഉസ്താദിന്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിലോ, ഉസ്താദിനെ ബുദ്ധിമുട്ടാക്കി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ ഒന്നും കൂടെ പറയാണ്, ഉസ്താദ് എന്നല്ല ഒരു വലിയനെയും അള്ളാഹുവിന്റെ കടുത്ത ആലിമായ ആരിഫായ ഒരാളെ
ഒരിക്കൽ പോലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നോവിപ്പിക്കരുത് ഹബീബിങ്ങളെ. നമ്മുടെ ജീവിതത്തിന് വല്ലാത്ത ദോഷം ചെയ്യത്, വല്ലാത്ത ദോഷം ചെയ്യും. മുണ്ടക്കുറ്റി ഭാഗത്ത് ഉസ്താദ് അറത്തെടുക്കുന്ന സമയത്ത് ഉസ്താദിനിക്ക് അവസാന സമയത്ത് ബാസൂറിന്റെ അസുഖം ഉണ്ടായിരുന്നു അല്ലേ? 3 തുണിയൊക്കെ ഉസ്താദ് എടുക്കുമായിരുന്നു അല്ലേ? 3 തുണിയൊക്കെ ഉസ്താദ് എടുക്കുമായിരുന്നു. ഉസ്താദിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അറിയാം അല്ലെ? ഒന്നു എടുക്കുകയാണെന്ന് വെച്ചാൽ കുളം മറ്റാണ് ഒന്നു എടുക്കുന്നതിന് മുമ്പ് എന്താവും, ആ കുളത്തിൽ ഇറങ്ങിയിട്ടൊന്ന് കുളിക്കുമായിരുന്നു. അത്ര കുളത്തിൽ ഇറങ്ങിയിട്ട് നന്നായി ഒന്ന് മുങ്ങിക്കുളിക്കും, നന്നായി ഒന്ന് കുളത്തിൽ ഇറങ്ങിയിട്ട് മുങ്ങിക്കുളിക്കും. ചിലപ്പോ അരമണിക്കൂറോളൊക്കെ ചിലപ്പോൾ കുളത്തിലോ ചിലപ്പോൾ വല്ല ഹൗലാണെങ്കിൽ ആ ഹൗലിലും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആര്യം പ്രസാദ് കിടക്കുമായിരുന്നു അത്രേ. അങ്ങനെ ഈ മുണ്ടക്കുറ്റി ഭാഗത്ത് ബഹുമാനപ്പെട്ടവര് പോയി പഴയ കാലം ദർസ് നടത്തിയ ബന്ധത്തില് പോയതാണ്. പോയി ബഹുമാനപ്പെട്ടവർക്ക് ബാസൂറിന്റെ അസുഖമുള്ള സമയമാണ്. പോയി അവിടെ ഒരു അവിടുത്തെ നാട്ടിലെ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു. അയാളുടെ വീടിന്റെ അടുത്ത് കരിങ്കല്ല് വെട്ടിയ അതിനെന്താ കോറിയല്ലേ, കരിങ്കൽ കോറി. ആ കരിങ്കൽ കോറി കുറച്ചൊരു ചെറിയൊരു കരിങ്കൽ കോറി, അത് അവിടുത്തെ കുടുംബം പോയേക്കുന്ന കരിങ്കൽ കോറിയാണ്. ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദ് അതിന്റെ ചാരത്ത് ചെന്ന് ഒതുകൊടുത്തതിന് ശേഷം എന്തായി, ഉസ്താദിന്റെ സാധാരണ പതിവനുസരിച്ച് ഉസ്താദ് ആ കോറിക്കണ ഇറങ്ങിയിട്ട് എന്തായി അവിടെ മുങ്ങി എന്ന് മാത്രമല്ല, ഉസ്താദ് കുറച്ചേരം ആ കോറി തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞു ഉസ്താദ് അവിടെ വന്ന്, അവിടെ ഒരു പാറ തന്നെ ഉണ്ടായിരുന്നു. ആ പാറ മുസല്ലിട്ട് ഉസ്താദ് നിസ്കരിച്ചപ്പോഴാണ് ആ കോറിന്റെ ഉടമസ്ഥൻ വന്നിട്ട് ഉസ്താദിനെ ശകാരിച്ചു. ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. ഉസ്താദിനെ കുറെ ചീത്തറിഞ്ഞു. നിങ്ങൾ ആ ബാസൂറിന്റെ രക്തക്കപ്പാടിന്റെ കോറിയിലാണ്ട് പരത്തുക എന്ന് പറഞ്ഞിട്ട് കുറെ ചീത്തറിഞ്ഞു. ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. ഉസ്താദ് ഒരു നറുപുഞ്ചിരിയോട് കൂടിയിട്ട് തിരിച്ചു പോന്നു. 2-3 വർഷം കഴിഞ്ഞ് ഉസ്താദ് ആ ഭാഗത്തേക്ക് പോയി. ഒരു ദുആ സമ്മേളനത്തിന് വേണ്ടി വയനാട് മുണ്ടക്കുറ്റിക്ക് ഉസ്താദ് ദുആക്ക് പോയപ്പോ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉസ്താദിനൊന്ന് കാണാൻ പറ്റുമോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടായിരുന്നു. ഉസ്താദിനൊന്ന് കാണാൻ പറ്റുമോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ടായിരുന്നു. അപ്പൊ ഈ ഖാദിം പറഞ്ഞു, ഉസ്താദിന്റെ അടുക്ക് പെണ്ണുങ്ങൾ പോകാൻ പറ്റൂല. ബഹുമാനപ്പെട്ട തങ്ങള് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കി നിർത്തുകയാണ്. തങ്ങള് വരുവോളാണ് എന്റെ സമയം. അൽഹംദുലില്ലാ. അങ്ങനെ ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉസ്താദിനെ കൊണ്ടൊന്ന് ഉസ്താദിനോട് ഒരു കാര്യം പറയാണ്ട്. അപ്പൊ ഉസ്താദിന്റെ മുന്നിൽ പെണ്ണുങ്ങൾ പോകാൻ പറ്റൂല. അപ്പൊ പറഞ്ഞു, എനിക്ക് ഉസ്താദിനോട് ഒരു കാര്യം പറയണ്ട, കാര്യം പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. എന്നാ നിങ്ങൾ എന്ത് ചെയ്യേ, ഒരു കത്ത് എഴുതിയിട്ട് തരിക, കത്ത് ഞാൻ വായിച്ചു കൊടുത്തോളാം. ഈ പെണ്ണൊരു കത്ത് എഴുതി. ആ കത്ത് ഈ ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിന്റെ ഖാദിം മുന്നിൽ നിന്ന് അങ്ങനെ വായിച്ചു കൊടുത്തപ്പോ പറയണത്, ഈ പെണ്ണിന്റെ ഭർത്താവിലേക്ക് ഒരു മാരക രോഗം വന്നു. മാരക രോഗം വന്നിട്ട് അത്യാവശ്യം പണമുള്ള ആളാ. എല്ലാ ഹോസ്പിറ്റലിലും പോയി ചികിത്സിച്ചു, എവിടെ ആയിട്ടും മാറണില്ല. അപ്പോഴാണ് ഇങ്ങനൊരു പഴയ കാലത്തെ പ്രശ്നം ഓർമ്മ വരുന്നത്. ബഹുമാനപ്പെട്ട അരിമ്പർ ഉസ്താദിനോട് ഈ കത്ത് ഇങ്ങനെ വായിച്ചപ്പോ ഈ ഖാദിമി ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഉസ്താദിന് ഓർമ്മയുണ്ടോ? ഉസ്താദ് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഓർമ്മയില്ലല്ലോ. ഏതായാലും അവർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ കിണറ്റിൽ നിന്നൊരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നു, മന്ത്രിച്ചു കൊടുത്തു. 2 ദിവസം ആ വെള്ളം കുടിക്കുന്നു, രോഗം ശിഫയാകുന്നു. അരിമ്പർ ഉസ്താദിന്റെ അടുക്കലേക്ക് ഈ മസ്ജിദുർ റഹ്മാനിലേക്ക് അദ്ദേഹം വന്നിട്ട് വയനാട് മുണ്ടക്കുറ്റിയിൽ നിന്ന് വന്നിട്ട് ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദുആ ചെയ്യിപ്പിച്ചു എന്ന് അനുഭവസ്ഥർ പറയാണ്. എത്രയോ സംഭവങ്ങൾ പറയാണ്ട്.
എനിക്കെന്നെ ഇപ്പൊ ഞാൻ ഈ 3-4 ദിവസത്തിന്റെ ഇടയിൽ ഉസ്താദിനെ കുറിച്ച് ചോദിച്ചിറങ്ങിയപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പലതും പറയാണ്ട്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. തങ്ങളിരുത്തി നീട്ടി പറയുന്നത് അദബുകേടാണെന്ന് പറയാം. ഒരൊറ്റ പോയിന്റും പാടെ പറയാണ്. ഉസ്താദിന്റെ ജീവിതത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇൽമ്, ഫിക്ർ, അതുപോലെ തന്നെ ദിക്ർ, ഒരാളെയും വേദനിപ്പിക്കുന്ന രീതിയില്ല. മറ്റൊന്ന്, അവിടുന്ന് തികഞ്ഞ മാദിഹുർ റസൂലാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങളെ വല്ലാത്ത ഇഷ്ക് വെച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദിന്റെ ക്വാളിറ്റി, അരിമ്പ്ര ഉസ്താദ് വരെയുള്ള ഔലിയാക്കളുടെ ക്വാളിറ്റി, അത് മഹബ്ബത്തുർ റസൂലാണ്. അരിമ്പ്ര ഉസ്താദിന്റെ ചില കിതാബുകളുടെ മുകളില് നല്ല സാഹിത്യത്തിൽ കവിത എഴുതാൻ കഴിയുന്ന വലിയ മഹാമനീഷിയായിരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കുറിച്ച് മൗലിദ് എഴുതിയിട്ടുണ്ട്. അറബി ഭാഷ അറിയുന്നവർക്ക് അതൊന്ന് പരതി നോക്കിയാൽ അറിയാം അവിടുത്തെ അറബി സാഹിത്യത്തിലുള്ള നൈപുണ്യം എത്രയാണെന്ന്. ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു മൗലിദ് തന്നെ രചിച്ചിട്ടുണ്ട്. ഫതുഹുൽ വഹാബ് എന്നാണ് ആ മൗലിദ് കിതാബിന്റെ പേര്. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹിനോട് വല്ലാത്ത ഹുബ്ബാണ്. മൗലിദിന്റെ സദസ്സുണ്ടാകുമ്പോ ഷറഫുൽ അനാം മുഴുവൻ ഓതണം, മങ്കൂസ് മൗലിദ് മുഴുവൻ ഓതണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനകളാണ്. പല രാത്രികളിലും മുത്തായ നബി തങ്ങളെ സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദിന് കിട്ടിയ അറിവ് അവിടുത്തെ കിതാബുകളിലും പള്ളിയുടെ പല ഭാഗങ്ങളിലും എഴുതി വെച്ചത് അനുഭവസ്ഥര് പറയുമ്പോ ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഉമ്മ, ചെറുപ്പക്കാരി, നമ്മൾ 1.25 മണിക്കൂറോളം അരിമ്പ്ര ഉസ്താദിന്റെ അനുസ്മരണം നടത്തിയപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അവസാനം പറയുന്നത്, അവർ ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ചില്ല, നാളെയുടെ ആഖിറത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. അതുകൊണ്ട് ഈ ലോകത്ത് കാലാകാലം നിൽക്കാനുള്ളവരല്ല നമ്മള്. ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം നൽകി പോകാനുള്ളവരാണ്. ഈ വഅദ് പറയുന്ന നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദായ ഞാന്, അതുപോലെ തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വാപ്പ, ഉമ്മ, ചെറുപ്പക്കാര്, രോഗത്തിന്റെ ആവശ്യമില്ല, പ്രായത്തിന്റെ പ്രശ്നമില്ല. രോഗമുണ്ടായിട്ടാണോ 2-3 ദിവസം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മരണപ്പെട്ടു പോയത്? അന്ന് പകല് പോലും പാടത്ത് പോയി വായക്ക് മണ്ണിട്ട സഹോദരനല്ലേ. എവിടെയാണ് എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് റബ്ബിനെ പേടിച്ചിട്ടുള്ളൊരു ജീവിതം, 5 വഖ്ത് നിസ്കാരം ഖളാ ആക്കാത്തൊരു ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഹറാമായ സിനിമ കാണല്ല, ഹറാമായ വിഷ്വല് കാണല്ല, ഹറാമായ പാട്ട് കേൾക്കല്ല, ഭാര്യമാരെ ഭർത്താവിനെ വഞ്ചിക്കല്ല, ഭർത്താക്കന്മാരെ ഭാര്യമാരെ വഞ്ചിക്കല്ല, വാപ്പനെ വിഷമിപ്പിക്കല്ല, ഉമ്മനെ വിഷമിപ്പിക്കല്ല, അറിവ് പഠിപ്പിച്ച ഉസ്താദുമാരെ വിഷമിപ്പിക്കല്ല, ഒരാളെയും ഗീബത്ത് പറയല്ല, ആരെയും നമീമത്ത് പറയല്ല. എവിടെ വെച്ചാണ് എപ്പോഴാണ് എന്റെയും നിന്റെയും സക്കറാത്ത് ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം വന്ന് പിടിക്കാൻ അറിയൂല. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദിന്റെ മദദ് കൊണ്ട് അവിടുത്തെ മദ്ഹ് പറഞ്ഞ് ഈ സദസ്സിൽ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ പലതും പങ്കുവെക്കാനുണ്ട്. സമയസങ്കുചിതം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ. അല്ലാ, ഞങ്ങൾക്ക് അമലില്ല, ഞങ്ങൾക്ക് ഇഖ്ലാസ് ഇല്ല, ഞങ്ങൾക്ക് തഖ്വ കുറവാണ്. പക്ഷേ മഹാന്മാരെ ഇഷ്ടപ്പെടണം, ആലിമീങ്ങളെ ഇഷ്ടപ്പെടണം, മഹാന്മാരെ ഇഷ്ടപ്പെട്ട് പഠിച്ച് അവരെ ഒന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കാണ്. ഈ മഹാന്മാരുടെ മദദ് നൽകണേ അല്ലാ. പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് ദുആ ചെയ്തു തരാം.